ഇന്ത്യയുടെ പിന്തുണ. നെതന്യാഹുവിന്റെ പരാമർശങ്ങളിൽ പ്രധാനമന്ത്രിയുടെ മൗനത്തിനെതിരെ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പരാമർശങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുലർത്തുന്ന മൗനത്തെ വിമർശിച്ചിരിക്കുകയാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് വിമർശനങ്ങൾ. അമേരിക്ക മാത്രമാണ് ഇസ്രായേലിന്റെ ഏക ശക്തമായ സഖ്യകക്ഷിയെന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രസ്താവന തള്ളിക്കൊണ്ടാണ് നെതന്യാഹു ഇന്ത്യയുടെ പിന്തുണയെക്കുറിച്ച് പരാമർശിച്ചത്. എന്നാൽ ഇസ്രായേലിന്റെ നടപടികളിൽ വിശ്വഗുരു എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പ്രധാനമന്ത്രി മോദി പുലർത്തുന്ന മൗനം അന്യായമാണെന്നും ഇത് ഇന്ത്യയുടെ മൂല്യങ്ങളെയും പാരമ്പര്യത്തെയും ഒറ്റിക്കൊടുക്കുന്നതിന് തുല്യമാണെന്നുമാണ് കോൺഗ്രസ് ആരോപിച്ചത്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ നിന്നും തങ്ങൾക്ക് വലിയ പിന്തുണയുണ്ടെന്ന് നെതന്യാഹു അവകാശപ്പെട്ടത്. ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വലിയ രീതിയിലുള്ള പിന്തുണ ഇന്ത്യയിൽ നിന്നും ലഭിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ നെതന്യാഹുവിന്റെ പ്രസ്താവന അഭിമാനകരമായ ഒന്നല്ലെന്ന് ജയറാം രമേശ് വ്യക്തമാക്കിയിരിക്കുകയാണ്. മിസ്റ്റർ നെതന്യാഹുവിന് തെറ്റുപറ്റി. സംശയമില്ല, ഇസ്രായേൽ മോദാനി സാമ്രാജ്യത്തിന്റെ ഭാഗമാണ്. നരേന്ദ്രമോദി അദ്ദേഹത്തോട് അന്ധമായ ഭക്തി പുലർത്തുന്നുവെന്നും അദ്ദേഹം കുറിച്ചു. എന്നാൽ കുട്ടികളെ പോലും ബാക്കി വയ്ക്കാത്ത ഗാസയിലെ വംശഹത്യയെയും വെസ്റ്റ് ബാങ്കിലെ പലസ്തീനുകളെ നിർബന്ധിതമായി കുടിയൊഴിപ്പിക്കുന്നതിനെയും ഇറാനിലെ ലക്ഷ്യം വെച്ചുള്ള കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള ബോംബാക്രമണങ്ങളെയും ലെബനനിലെ ക്രൂരമായ സൈനിക നീക്കങ്ങളെയും കോടിക്കണക്കിന് ഇന്ത്യക്കാർ അപലപിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവയിലെ മനുഷ്യത്വത്തിന് നേരെയുള്ള കടന്നാക്രമണങ്ങളാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ നടപടികളോടുള്ള പ്രധാനമന്ത്രിയുടെ മൗനം ഇന്ത്യയുടെ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും ജയറാം രമേശ് പറഞ്ഞു. നെതന്യാഹുവിന്റെ ഭരണകൂടം ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും വൈറ്റ് ഹൌസിൽ നിന്ന് പോലും നെതന്യാഹു പ്രതിഷേധം നേരിടുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ പിന്തുണയെക്കുറിച്ചുള്ള നെതന്യാഹുവിന്റെ അവകാശവാദം തെറ്റാണെന്നും മാനവികതയ്ക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ ഇന്ത്യൻ ജനത പിന്തുണയ്ക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.